നദികളെടുത്താലും അത് 7 ഭൂമിയും അതുപോലെ 7 ആകാശവും അത് ജോയിന്റ് ചെയ്ത് വെച്ചാൽ എത്രയാണോ വീതി ഉണ്ടാകുന്നതോ അതാണ് സ്വർഗീയ ലോകത്തിന്റെ വീതി. അതിന്റെ നീളമോ അതിനെ കണക്കില്ല. അല്ലാഹു അഅലം. അതിന്റെ നീളത്തിനെ കുറിച്ച് കണക്ക് പറയുന്നില്ല, വീതിയെക്കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ മഹാനായ വഹാബ് നഈമി ഉസ്താദ് ഞാൻ മനസ്സിലാക്കുന്ന നരകത്തിന്റെ ഭയാനകത വിവരിച്ച സദസ്സാണോ ഇന്ന്. അതേ ആ നരകത്തിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭവനമാണ് സ്വർഗമോ. ആ സ്വർഗത്തിന്റെ സ്ഥിതി എന്താണെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അഅദത്തുൽ ഇബാദിയസ് സ്വാലിഹീന മാ ലാ ഐനു റഅത് വലാ ഉദ്നു സമഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. സ്വർഗത്തിനെ കുറിച്ച് നാഥനായ അല്ലാഹ് പറയുന്നത് എങ്ങനെയാണോ? അഅദത്തുൽ ഇബാദിയസ് സ്വാലിഹീൻ. അതെ, അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ജീവിതം നയിച്ച ആളുകൾ, അല്ലാഹുവും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിച്ച സാലിഹീങ്ങളായ ആളുകൾ, ആ ആളുകൾക്ക് വേണ്ടി ഞാനിതാ റെഡിയാക്കി വെച്ചിരിക്കുന്നു. എന്താണ് റെഡിയാക്കിയെന്നറിയുമോ? മാല ഐനുൻ റഅത്. ഇന്നേ വരെ ഒരു കണ്ണിനും കാണാൻ സാധിക്കാത്ത സുഖാനുഭൂതികളാണോ? ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ല. ദുനിയാവിൽ എത്രയെത്ര സംഭവങ്ങൾ കാണുന്ന ആളുകളാണോ? എത്ര വലിയ വികസനങ്ങൾ കണ്ട ആളുകളാണോ? എത്ര വലിയ സുഖാഡംബരങ്ങൾ ആസ്വദിച്ച ആളുകളാണോ? എന്നാൽ സ്വർഗത്തിനെ കുറിച്ച് അല്ലാഹ് പറയുന്നതോ മാല ഐനുൻ റഅത്. ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ വലാ ഉദ്നു സമഅത്. ഒരു ചെവിക്കും ഇന്നേ വരെ കേൾക്കാൻ കഴിയാത്ത വിഷയങ്ങളാണോ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ അതിഥികളായി എത്തുന്ന ആളുകൾക്ക് വേണ്ടി ജഗനിയന്താവായ അല്ലാഹു റെഡിയാക്കിയിരിക്കുന്നതോ. അതുപോലെ വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഒരു മനുഷ്യന്റെയും ഹൃദയം കൊണ്ട് അവനെ ചിന്തിക്കാൻ പോലും കഴിയുകയില്ല, സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ സുഖങ്ങളാണോ അതേ ജഗനിയന്താവായ അല്ലാഹു റെഡിയാക്കി വെച്ചിരിക്കുന്നതോ. സ്വർഗമെന്ന് പറയുന്നത് വർണ്ണനാതീതമാണോ? ഏതെങ്കിലും ഒരാൾക്ക് സ്വർഗത്തെ വർണ്ണിച്ചു തരാൻ കഴിയുമോ? ഇല്ല, ഇല്ല. അതാണ് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പറയുന്നു, വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഒരാളുടെ ഹൃദയത്തിലോ ഇന്നേ വരെ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ സുഖാഡംബരങ്ങളാണോ സുഖാനുഭൂതികളാണോ നാഥനായ അല്ലാഹു സാലിഹീങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ടോ നാളെ അവിടെ പടച്ചു വെച്ചത്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ലോകത്തിലെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നതാ സ്വഹാബത്തിന് ഇങ്ങനെ സബക്ക് നടത്തുന്നു, ക്ലാസ് എടുക്കുന്നു. അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, അല്ലയോ സ്വഹാബ, അലാ മുസമ്മിറുൽ ജന്ന, സ്വർഗത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന സ്വഹാബ, സ്വർഗത്തിലെ സുഖമെന്താണെന്നറിയുമോ? ഫഇന്നൽ ജന്നത ലാ ഖതറ ലഹാ,
സ്വർഗത്തിനെ വർണ്ണിച്ചു തീർക്കാൻ കഴിയൂല. എന്നിരുന്നാലും ആ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനങ്ങ് പ്രവേശിച്ചാൽ അതേ ലോകത്തിലെ നേതാവ് പറയുന്നു, റബ്ബുൽ കഅബത്തി നൂറു യതലഉ. മോനെ, ഈ ദുനിയാവിലും എന്റെ ഗർഭപാത്രത്തിലേക്ക് ബീജമായി നിന്നെ നിക്ഷേപിച്ച അന്നു മുതൽ നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നീ അറിയാതെ ചെയ്തു തരുന്ന നാഥനായ അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹനെ നിനക്ക് കാണാം. അവിടെ അതാ പ്രകാശിക്കുന്ന വെളിച്ചമായി നൂറായിട്ടോ ആ അല്ലാഹനെ കാണാം. ഏതൊരു മുഅ്മിനായ മനുഷ്യനാണെങ്കിലും അവന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്താണോ? എന്നെ പരിപാലിക്കുന്ന, എനിക്ക് ആരോഗ്യം തന്ന, എനിക്ക് ആയുസ് തന്ന, എനിക്ക് ഈ ലോകത്ത് വലിയ വലിയ സൗകര്യങ്ങൾ ചെയ്തു തന്ന, എത്ര ഞാനവനെ ധിക്കരിച്ചിട്ടും എനിക്ക് വേണ്ടത് മുഴുവനും വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകുന്ന ആ അല്ലാഹനെ ഒന്ന് കാണണമല്ലോ. എന്നാൽ സ്വർഗത്തിലെ അഹ്ലുകാരോട് റസൂലുള്ള പറയുന്നു, നിങ്ങൾ സ്വർഗത്തിൽ കടന്നാൽ ജഗനിയന്താവായ അല്ലാഹനെ കാണാം. മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, അവിടുന്ന് വഫാത്തായ ദിവസമാണ് റമളാൻ 15 ദിവസം. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് വഫാത്താവാൻ വേണ്ടിയിട്ടോ അതേ റമളാൻ 15-ാമത്തെ നോമ്പും നോറ്റ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അൻആമിന്റെ പകുതി ഭാഗത്ത് ഇങ്ങനെ ഓതുകയാണോ, മധ്യഭാഗം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് വഫാത്താവാൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തോട് നോമ്പ് മുറിക്കാൻ ആളുകളെ ആവശ്യപ്പെട്ടപ്പോ മഹദിയായ നഫീസത്തുൽ മിസ്രിയ പറയുന്നു, അല്ലയോ സഹോദരന്മാരെ, 30 വർഷത്തോളമായി ഞാൻ അല്ലാഹനോട് ദുആ ചെയ്യുന്ന ദുആ എന്താണെന്നറിയുമോ? ഈ ബീവി നഫീസയെ നോമ്പുകാരിയായി മരിപ്പിക്കണേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എന്നോട് ഈ അവസാനത്തിൽ നോമ്പ് മുറിക്കാൻ പറയുകയാണോ? സാധ്യമല്ല എന്ന് പറഞ്ഞു നോമ്പുകാരിയായ നഫീസത്തുൽ മിസ്രിയ അവിടുന്ന് വഫാത്തായ ദിവസമാണ് റമളാൻ 15 ദിവസം. അല്ലാഹു ഈ മജ്ലിസ് മഹദിയുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ നോട്ടമുള്ള മജ്ലിസായി അല്ലാഹ് ഖബൂൽ ചെയ്യട്ടെ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ അവിടുന്ന് ഒരു വഴിക്കിങ്ങനെ നടന്നു പോകുന്നു. ആ നടന്നു പോകുമ്പോ ഒരാളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിങ്ങനെ ദുആ ചെയ്യുന്നത് കേൾക്കുന്നു. എന്താണ് ദുആ എന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന. അല്ലാഹുവേ, നല്ല സ്വർഗീയ ഭവനത്തിൽ ഒരു ചെറിയ ഇടം നൽകണേ അല്ലാ. ഈ ദുആ മഹദിയായ നഫീസത്തുൽ മിസ്രി അങ്ങ് കേൾക്കുകയാണോ? കേട്ടപാട് നഫീസത്തുൽ മിസ്രിയക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരുന്നു, വല്ലാതെ ഈർഷ്യത വരുന്നു. അവിടുന്ന് നേരെ ചെന്നുകൊണ്ട് ആ സഹോദരനോട് ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, നിനക്ക് നാണമില്ലയോ? നാണമില്ലയോ മനുഷ്യ? എന്തേ നഫീസത്തുൽ മിസ്രിയെ ചോദിക്കാനുള്ള കാരണം? എടോ, അല്ലാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുന്ന അനുഗ്രഹമാണോ? ആ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നീ ഈ ശുക്ർ ചെയ്ത് തീർത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്നിന് നീ നന്ദി ചെയ്ത് തീർത്തിട്ടുണ്ടോ? ഒരു അനുഗ്രഹത്തിന് പോലും അതിന് ഉതകുന്ന നന്ദി ചെയ്യാതെ അടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം ചോദിക്കാൻ നിനക്ക് നാണമില്ലയോ മനുഷ്യ? മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചോദ്യമാണ്.
അള്ളാഹു നിനക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാ ചെയ്തത്. അതിനൊന്നും വേണ്ടതുപോലെ ശുക്ർ ചെയ്യാതെ അടുത്ത നന്മ ചോദിക്കാൻ, അനുഗ്രഹം ചോദിക്കാൻ നിനക്ക് നാണമില്ലയോ മനുഷ്യ? നേരെ മറിച്ച് നീ അറിയാതെ നിനക്ക് വേണ്ടതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും വേണ്ട സമയത്ത് ചെയ്തു തരുന്ന ആ അള്ളാനെ കാണാൻ നിനക്കൊന്ന് ദുആ ചെയ്തുകൂടെ? മഹദിയായ നഫീസത്തുൽ മിസ്രിയുടെ ചോദ്യമാണ്. ആ അള്ളാനെ ഒന്ന് കാണാൻ, ആ ലിഖാഇന് നിനക്കൊന്ന് ദുആ ചെയ്തുകൂടെ? അള്ളാഹു ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗീയ ഭവനത്തിൽ ഒരാള് കയറി കിട്ടിയാൽ അവന് അവിടെ ആസ്വദിക്കാൻ പറ്റിയ ഒന്നാമത്തത് സുബ്ഹാനല്ലാഹ്, നാഥനായ അള്ളാഹുവിനെ കാണാൻ കഴിയും. സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയെ, അള്ളാഹുവിനെ കാണാൻ കഴിയുമോ? അള്ളാഹുവിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ? അവിടുന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദരി. 14 രാവിന്റെ ചന്ദ്രനെ നിങ്ങൾ കാണുന്നില്ലയോ? 14 രാവിന്റെ അന്ന് പൂർണ്ണ ചന്ദ്രനെ നിങ്ങളെ ആകാശത്ത് കാണുന്നില്ലയോ? അതുപോലെ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇനിയോ ആ സ്വർഗത്തിന്റെ അനുഭൂതി എന്താണോ? വറൈഹാനത്തുൻ തഹ്തസ്സൂ, നല്ല സുഗന്ധമുള്ള പൂക്കളെ കൊണ്ട് നിറഞ്ഞ ലോകമാണോ? ഇന്ന് കുട്ടികളെ വെക്കേഷൻ വരുമ്പോ അതേ പാർക്കുകൾ അന്വേഷിച്ച് ടൂർ നടത്തുന്നു, അല്ലെങ്കിൽ ഫാമിലിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ലീവ് ലഭിക്കുമ്പോ അവര് ഏതെങ്കിലും സ്ഥലത്തേക്ക് നല്ല നല്ല പാർക്കുകളിലേക്ക് ടൂർ അടിക്കുകയാണോ? എന്തിന്? മനസ്സിനൊരു സമാധാനം കിട്ടണോ, നല്ലൊരു റാഹത്തും സന്തോഷവും ലഭിക്കണോ? എന്നാൽ ആ സ്വർഗത്തിന്റെ അനുഭൂതിയോ വറൈഹാനത്തുൻ തഹ്തസ്സൂ, നല്ല സുഗന്ധമുള്ള പൂക്കളെ കൊണ്ട് നിറഞ്ഞതായ ലോകമാണോ? അതുപോലെ വഖസ്റുൽ മശീദ്, ആ സ്വർഗത്തിലുള്ള മറ്റൊരു അനുഭൂതി നല്ല ഉയർന്ന കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെട്ട ലോകമാണോ? വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെട്ട ലോകമാണോ? സുബ്ഹാനല്ലാഹ്, ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ എങ്ങനെ നിർമ്മിച്ചതാണെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുന്നു, അവിടെ ചില മാണികകളുണ്ടോ, ചില കൊട്ടാരങ്ങളുണ്ടോ. അതെങ്ങനെ നിർമ്മിച്ചതാണെന്നറിയുമോ? അത് സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങളാണോ? അതുപോലെ വെള്ളികളെ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങളുണ്ടോ? അതുപോലെ വലിയ വലിയ മാണിക്യ കല്ലുകളെ കൊണ്ടോ നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളോ? അതുപോലെ വലിയ വലിയ മുത്തുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളുണ്ടോ? ഇങ്ങനെ വലിയ വലിയ രൂപത്തിൽ, നല്ല അനുഭൂതി ലഭിക്കുന്ന രൂപത്തിൽ വലിയ വലിയ കൊട്ടാരങ്ങളുടെ ലോകമാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല സുഖത്തിന്റെ ലോകമാണെന്നറിയുമോ സ്വർഗമോ? ഈ ലോകത്ത് കാണുന്ന വീട് പോലെയാണോ അവിടെയുള്ള വീടുകൾ? ഈ ലോകത്ത് വലിയ പത്രാസോടെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, വലിയ ശീതീകരിച്ച റൂമുകളിൽ, നല്ല നല്ല ഗ്രാനൈറ്റുകൾ പതിച്ച റൂമുകളിൽ വലിയ അന്തസ്സോടെ ജീവിക്കുന്ന ആളുകൾ. എന്നാൽ സ്വർഗത്തിലുള്ള വീടുകളോ വഖസ്റുൻ മശീദ്, നല്ല നല്ല ഉയർന്നതായ സ്വർണത്തിനാൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളുണ്ടോ?
അതുപോലെ വെള്ളികളാൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളുണ്ടോ, അതുപോലെ മാണിക്യക്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളാണോ? ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തുള്ളവരെ നന്നായി കാണാൻ കഴിയുന്നു. ആ രൂപത്തിൽ ഉള്ളു പൊള്ളയാക്കപ്പെട്ടതായ മാണിക്യക്കല്ലുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ കൊട്ടാരങ്ങൾ, അതും സ്വർഗത്തിലുള്ള മറ്റൊരു അനുഭൂതിയാണ്. അതുപോലെ സ്വർഗത്തിലുള്ള മറ്റ് ആസ്വദിക്കാൻ പറ്റിയ ഒരു വിഷയം ഹബീബായ തങ്ങൾ ഒരൊറ്റ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. വനഹ്റുൻ യത്വരിദു, നല്ല പരന്നു കിടക്കുന്നതായ നദികളും അവിടെയുണ്ടോ. നല്ല നല്ല നദികൾ വെറും വെള്ളമൊഴുകുന്ന നദിയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. മസലുൽ ജന്നത്തില്ലത്തി വഇദൽ മുത്തഖൂന ഫീഹാ അൻഹാറും മിൻ മാഇ ഗൈരി ആസിന. യാതൊരു കലങ്ങലുമില്ല, യാതൊരു പകർച്ചയുമില്ല, യാതൊരു മാലിന്യവുമില്ല. നല്ല തെളിഞ്ഞ വെള്ളമൊഴുകുന്നതായ നല്ല നല്ല പുഴകളതാ സ്വർഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, നല്ല പാലിനാലുള്ള പുഴയതാ ഒഴുകുന്നു. പാലരുവികൾ ഇങ്ങനെ ഒഴുകുന്ന ലോകമാണോ? പാലല്ലയോ. കുറെ കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞാൽ അത് പകർച്ച വന്ന മറ്റു വസ്തുക്കളാവുമല്ലോ. എന്നാൽ സ്വർഗത്തിലെ പാലോ ലം യതഗയ്യർ ലൗനുഹു ലം യതഗയ്യർ തഅമുഹു, അതിന്റെ രുചിക്ക് യാതൊരു പകർച്ചയുമില്ല, അതിന്റെ രുചിക്ക് യാതൊരു വ്യത്യാസവുമില്ല. ആ പാല് മാറിയിട്ട് പുളിച്ചു പോകുന്നില്ല. നല്ല അസ്സലായിട്ടോ രുചിക്ക് യാതൊരു വ്യത്യാസവുമില്ലാതെ നല്ല രൂപത്തിൽ ഒഴുകുന്ന പാലരുവികളുണ്ട്. അതുപോലെ വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ. ആ സ്വർഗത്തിൽ ഒഴുകുന്ന മറ്റൊരു അരുവിയാണോ? അതേ കള്ളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവി. കള്ളിനാലുള്ള അരുവിയുണ്ടോ? വകഅ്സാൻ ദിഹാഖാ, നല്ല കള്ളുകൾ ഇങ്ങനെ നിറച്ചു വെച്ച പാത്രങ്ങൾ ആ സ്വർഗത്തിലുണ്ടോ? ഏത് സമയത്താണോ തോന്നുന്നത് അപ്പോൾ എടുത്തു കുടിക്കാൻ പറ്റിയ രൂപത്തിൽ അതേ നിറക്കപ്പെട്ട കള്ളിന്റെ കോപ്പകൾ അവിടെയുണ്ടോ? ദുനിയാവിലെ കള്ളിനെന്ത് ദുർഗന്ധമാണോ? കള്ളു കുടിച്ച ആളൊരു ബസ്സിൽ കയറിയാൽ അവിടെയുള്ള എല്ലാവരും മൂക്കുപൊത്തിക്കളയുന്നു. വല്ലാത്ത ദുർഗന്ധമാണോ? ആ കള്ള് നജസാണോ? എന്നാൽ ഈ ദുനിയാവിലെ കള്ളു കുടിക്കുന്ന ആൾക്ക് പിന്നെ ലെവല് കിട്ടുന്നില്ല, അവൻ മസ്തായി പോകുന്നു. എന്നാൽ ആഖിറത്തിലെ കള്ളോ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ, അവിടെ കള്ളു കുടിച്ചിട്ട് അനാവശ്യങ്ങൾ പറയൂല, അവന് മസ്ത് വരൂല, അവന്റെ ബുദ്ധി നീങ്ങൂല. ഏത് സമയത്തും അവനെ അവിടുന്ന് കള്ളു കുടിക്കാം. കള്ളിനാലുള്ള പുഴകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വഅൻഹാറും മിൻ അസ്ലിൻ മുസഫാ, നല്ല തേനാറുകൾ ഇങ്ങനെ ഒഴുകുന്നു. തേനിനാലുള്ള അരുവിയും ഒഴുകുന്നു. സ്വർഗം എന്തൊരു സുന്ദരമായ ലോകമാണോ! ഒന്ന് മനസ്സിലേക്കൊന്ന് സങ്കല്പിച്ചു നോ. ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു രാജാവ് നിർമ്മിച്ച കൊട്ടാരമുണ്ടെന്ന് കേൾക്കുമ്പോ മൈസൂരിലേക്ക് ടൂറ് പോകുന്ന ആളുണ്ടോ?
എന്താ അവന്റെ ഉദ്ദേശം? അതേ, മൈസൂർ രാജാവ് നിർമ്മിച്ച ആ കൊട്ടാരമൊന്ന് കാണണം, അതിന്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം, അതിന്റെ ഓരോ ശിലാഫലകങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഓരോ കൗതുകമായ കാഴ്ചകളും ഒന്ന് കാണേണ്ടതുണ്ടോ? എന്നാൽ നാളെ സ്വർഗത്തിൽ അല്ലാഹു എന്നെ അതിഥികൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചത് വലാ ഖതറ അലാ ഖൽബി ബസരിയോ, ഒരാളുടെ കൽബിലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിഷയമാണോ? നല്ല തേനാറുകൾ എങ്ങനെ ഒഴുകുന്നു, മറ്റൊരു ഭാഗത്തിലൂടെ കള്ളിന്റെ പുഴ ഒഴുകുന്നു, മറ്റൊരു ഭാഗത്തിലൂടെ പാലാറുകൾ ഒഴുകുന്നു, മറ്റൊരു ഭാഗത്തിലൂടെ തെളിഞ്ഞ വെള്ളത്തിന്റെ പുഴ ഇങ്ങനെ ഒഴുകുന്നു. എന്തൊരു സുഗന്ധമുള്ള ലോകം! അതുപോലെ നല്ല സുഗന്ധമുള്ള റൈഹാൻ പുഷ്പങ്ങൾ അതേ വിടർന്നു നിൽക്കുന്നു, നല്ല സുഗന്ധം പരത്തുന്ന ലോകം. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, ആ സ്വർഗത്തിൽ കിട്ടാത്ത വല്ല ഫലങ്ങളുമുണ്ടോ, വല്ല പഴങ്ങളുമുണ്ടോ? റസൂലുള്ളാഹി നിങ്ങൾ പറയുന്നു വഫാകിഹത്തിൻ കസീറാ, മോനെ സ്വർഗമെന്ന ലോകത്ത് ധാരാളം പഴങ്ങളുണ്ട് കേട്ടോ. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ദുനിയാവിൽ ഏതെങ്കിലും ഒരു പഴം ലഭിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ സീസണുകൾ വരേണ്ടതുണ്ടോ? മാമ്പഴം എല്ലാ കാലത്തും ദുനിയാവിൽ ലഭിക്കൂല. അല്ലെങ്കിൽ ഏത് ഫലങ്ങളാണെങ്കിലോ അതിനെല്ലാം പ്രത്യേകമായ സീസണുകളുണ്ടോ? എന്നാൽ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ആ സ്വർഗത്തിലെ പഴങ്ങളുണ്ടല്ലോ അതിന് സീസണിന്റെ വ്യത്യാസമില്ല, അത് മുറിഞ്ഞു പോകുന്നില്ല, അവിടെ തടയപ്പെടുന്നില്ല. അതേ മഹാനായ തവയുസാദ് പറഞ്ഞല്ലോ, അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നു തന്നെ നീ അറിയണ്ട. സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിൽ വെച്ച് ഒരു പഴം മനസ്സ് നിറയെ നിനക്ക് തിന്നണമെങ്കിൽ, മനസ്സിന് സന്തോഷം ലഭിച്ചുകൊണ്ട് തിന്നണമെങ്കിൽ നീ അത് വെച്ച് പിടിപ്പിക്കാൻ അധ്വാനിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അതിന് വലിയ വലിയ വില കൊടുക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അതിനു വേണ്ടി നീ പോവേണ്ടതുണ്ടോ? എന്നാൽ സ്വർഗത്തിലേതാ നല്ല മുന്തിരിത്തോട്ടമുണ്ട്, അതുപോലെ ഉറുമാൻ പഴങ്ങളതാ പാകമായിട്ട് കിടക്കുകയാണോ? രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ, നല്ല നല്ല പഴങ്ങൾ അതിലുണ്ടോ? നല്ല ടേസ്റ്റുള്ള പഴങ്ങളാണോ? അതുപോലെ കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നു തന്നെ നീ അറിയണ്ട. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലുള്ള തോട്ടങ്ങളെ കുറിച്ച് പറയുമ്പോ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം, വജനൽ ജന്നതൈനിദാ, നല്ല താഴേക്ക് ഇങ്ങനെ അടുത്തു നിൽക്കുന്ന തോട്ടങ്ങൾ അതിലുണ്ടോ? ഇരുന്നു കൊണ്ട് പഴങ്ങൾ പറിക്കാൻ കഴിയുന്നു, കിടന്നുകൊണ്ട് പഴങ്ങൾ പറിക്കാൻ കഴിയുന്നു. ഒന്നിനും അതിലേക്ക് പോവേണ്ടതില്ല.
ദുനിയാവിന്റെ അവസ്ഥ എന്താണോ? അൽ ഇൻസാനു മുതഹർരികുൻ വൽ മത്ലൂബു സാകിൻ. ദുനിയാവിന്റെ അവസ്ഥ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടാൻ മനുഷ്യന്മാരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം. അൽ ഇൻസാനു മുതഹർരികുൻ വൽ മത്ലൂബു സാകിനുൻ. പഴം അത് അങ്ങാടിയിൽ നിൽക്കുന്നു. ആ പഴം നമുക്ക് ലഭിക്കണോ? അങ്ങാടിയിലേക്ക് നാം അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ നാം അതിനെ തേടി സഞ്ചരിക്കണം. എന്നാൽ സ്വർഗത്തിന്റെ അവസ്ഥ എന്താണ്? ഇതിന്റെ നേരെ എതിരാണോ? അൽ ഇൻസാനു സാക്കിനുനോ വൽ മത്ലൂബു മുതഹർരികുൻ. മനുഷ്യൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു, അവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്താണോ അവന് ആവശ്യമുള്ളത് അത് ഇങ്ങോട്ട് വരുന്നു. കിടന്നുകൊണ്ട് അവനൊരു പഴമങ്ങനെ പറിക്കുകയാണോ? ആ പഴം പറിച്ചങ്ങ് തിന്നുമ്പോ സുബ്ഹാനല്ലാഹ് എന്തൊരു രസമാണോ! ആ പറിക്കപ്പെട്ട അതേ സ്ഥലത്ത് അപ്പോൾ തന്നെ നല്ലൊരു പഴമതാ മുളക്കുന്നു, അവിടെ ഉണ്ടാകുന്നു. എന്നാൽ ആ പഴം അവൻ അപ്പൊ തന്നെ പറിച്ചാലോ ഒരേ ചെടിയിൽ ഉണ്ടായ ഒരേ രൂപത്തിലുള്ള പഴങ്ങളോ, എന്നാൽ അതിന്റെ ടേസ്റ്റ് വ്യത്യാസമാണ്. ദുനിയാവിൽ ഒരു പഴം തിന്നുമ്പോ നല്ല രസം തോന്നുന്നു, എന്നാൽ അതേ രൂപത്തിലുള്ള രണ്ടാമത്തെ പഴം തിന്നുമ്പോ നമുക്ക് അത്രത്തോളം തന്നെ രസം അനുഭവപ്പെടാറില്ല. പിന്നെയും അതേ പഴം തന്നെ തിന്നുകയാണെങ്കിലോ ഒരുപക്ഷെ നമുക്ക് അതിനോട് മടുപ്പ് തോന്നുന്നു. കാരണം ഒരേ ടേസ്റ്റിലുള്ള പഴങ്ങളാണോ. എന്നാൽ ആഖിറമാകുന്ന ലോകത്തിൽ ലഭിക്കുന്ന പഴങ്ങളുണ്ടല്ലോ, ഓരോന്നിന്റെയും ടേസ്റ്റ് വ്യത്യാസമാണ്. അവൻ എവിടെയാണോ ഇരിക്കുന്നത്, അവൻ എവിടെയാണോ കിടക്കുന്നത്, അവിടെ നിന്ന് അവനെ പറിച്ചെടുക്കാം. ദാനിയത്തന അലൈഹിമു ളിലാലുഹാ വദില്ലത്തു ഖുതൂഫുഹാ തദ്ലീലാ. അവനോട് ഇങ്ങനെ അടുത്തു വരുന്ന പഴങ്ങൾ സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിൽ നല്ല നല്ല പഴങ്ങൾ ആ സ്വർഗത്തിൽ വെച്ച് ലഭിക്കപ്പെടുകയാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഒരു പഴം ഒരു പ്രാവശ്യം തിന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരുവിയിൽ നിന്ന് ഒരു തവണ വെള്ളം കുടിച്ചാൽ ലാ യളമഉ ബഅദഹു അബദാ, പിന്നീട് ഒരു കാലത്തും അവന് ദാഹം അനുഭവപ്പെടൂല. ഒരു പഴമങ്ങ് തിന്നു കഴിഞ്ഞാൽ അവന് പിന്നെ വിശപ്പ് അനുഭവപ്പെടൂല. അപ്പോ ഒരു സംശയം വരുന്നു, പിന്നെ എങ്ങനെയാണ് അവിടുന്ന് ആളുകൾ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കുന്നതോ? വിശപ്പില്ലല്ലോ, വിശന്നാലാണല്ലോ ആളുകൾ ഭക്ഷണം കഴിക്കാറോ? ഒരൊറ്റ പഴം തിന്നുമ്പോഴേക്ക് വിശപ്പങ്ങ് ശമിച്ചു പോകുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അവരിങ്ങനെ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കുന്നതോ? അതെ, അവിടെ വിശന്നത് കൊണ്ടല്ല, ഓരോ പഴത്തിനും വ്യത്യസ്തമായ ടേസ്റ്റുകളാണോ. ഒരു പഴം തിന്നുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റോ, അപ്പൊ രണ്ടാമത്തെ പഴത്തിന്റെ രുചിയൊന്ന് നോക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു. ആ രണ്ടാമത്തെ പഴം തിന്നുമ്പോ ഇതുവരെ അനുഭവിക്കാത്ത മറ്റൊരു ടേസ്റ്റാണോ. മൂന്നാമത്തെ പഴം കാണുമ്പോ അതും തിന്നാൻ തോന്നുന്നു, അത് തിന്നുമ്പോ വേറെ ഒരു ടേസ്റ്റാണോ. അതാ റസൂലുള്ള പറഞ്ഞത്, വലാ ഖതറ അലാ ഖൽബി ബശരിനോ, നമ്മുടെ മനസ്സിൽ സങ്കൽപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സങ്കൽപ്പിക്കാൻ കഴിയാത്ത സുഖങ്ങളുടെ ലോകമാണോ അതേ സ്വർഗമെന്ന് പറയുന്ന ലോകം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അതുപോലെ ആ സ്വർഗത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദുനിയാവിലൂടെ നല്ല നല്ല കർമ്മങ്ങളങ്ങ് ചെയ്ത് സ്വർഗത്തിലെത്തിയാൽ അവിടെയുള്ള മറ്റൊരു അനുഭൂതി എന്താണെന്നറിയുമോ? വസൗജത്തുൽ ഹസനാഉ ജമീല, നല്ല സൗന്ദര്യമുള്ളതായ ഭാര്യമാരവിടെയുണ്ടോ? നല്ല സൗന്ദര്യമുള്ള, നല്ല സ്വഭാവങ്ങളുള്ള നല്ല നല്ല സ്ത്രീകളാണ് അവിടെയുള്ളത് ഭാര്യമാരായിട്ടോ. മഹാന്മാര് പറയുന്നത് കാണാം, വഅസ്വാജുഹാ ഹൂറുൻ ഹിസാനു കവാഇബു റഅബീബു അബ്കാറുൻ ബിഹന്നൂറു യസ്ഹറൂ ഹറാക്കീലു ഖൗദാത്തുന വഗീദു വഖുറദു മദദ്ദഹിരി ലാ തബ്ലാ വലാ തതഗയ്യറൂ. മോനെ, അവിടെയുള്ള ഇണകളുടെ സ്വഭാവം എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. വഅസ്വാജുഹാ ഹൂറുൻ ഹിസാനു കവാഇബു, നല്ല സൗന്ദര്യമുള്ള യുവതികളാണോ? ആ യുവതികളുടെ ചില വസ്തുക്കൾ പറയുന്നു. കവാഇബു, ഒടിഞ്ഞു തൂങ്ങാത്ത മാറിടങ്ങളുള്ളതായ സ്ത്രീകളാണോ? പരിശുദ്ധമായ ഖുർആൻ പച്ചയായി പറഞ്ഞ വിഷയമാണോ? വകവാഇബ അത്റാബ, ഒടിഞ്ഞു തൂങ്ങാത്ത മാറിടങ്ങളുള്ള നല്ല ഉയർന്നതായ സ്ഥാനങ്ങളുള്ള നല്ല നല്ല യുവതികളാണോ ആ സ്വർഗീയ ലോകത്ത് വധുക്കളായി ലഭിക്കുന്നതോ? ഈ ദുനിയാവിൽ എത്ര സൗന്ദര്യമുള്ള യുവതിയാണെങ്കിലോ ഒന്നോ രണ്ടോ പ്രസവമങ്ങ് കഴിഞ്ഞാൽ അവളുടെ മാറ് ഒടിഞ്ഞു തൂങ്ങിപ്പോയി, അത് അഴിഞ്ഞുപോയി, അതിന്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ വകവാഇബ അത്റാബ, സ്വർഗീയ ലോകത്തുള്ള നാരികളുണ്ടല്ലോ, അവരതാ നല്ല ഉയർന്ന സ്ഥാനങ്ങളോടുകൂടെയുള്ള ഭാര്യമാരാണോ? റഅബീബു അബ്കാറുന ബിഹന്നൂറു യസ്ഹറൂ. മാത്രമല്ല, ആ സ്ത്രീകളുടെ മറ്റൊരു സ്വഭാവം നല്ല വെളുത്ത നല്ല സൗന്ദര്യമാണോ? വെളുത്ത ആളുകളാണവരോ? അബ്കാറോ, അതെ, അവരെ കന്യകകളാ. ഏത് സമയത്തും കന്യകകളായിക്കൊള്ളോ നല്ല 33 ചുറുചുറുക്കോട് നിൽക്കുന്ന യുവതികളാണോ? അവരുടെ മാരിടങ്ങളിൽ തൂങ്ങിയിട്ടില്ല, ശരീരം നല്ല വെളുവെളുത്തതാണോ? അതുപോലെ അവരെ കന്യകകളോ? ബിഹന്നൂറു യസ്ഹറൂ. ഹദീസുകളിൽ കാണാം, ആ ഹൂറുല്യങ്ങളായ സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ഏതെങ്കിലും ഒരു അവയവം ഈ ദുനിയാവിലേക്കൊന്നങ്ങ് അവര് പ്രതിഫലിപ്പിച്ചാൽ, അവരെ കാണിച്ചാൽ, ലഅളാഅത് മാ ബൈന അസ്സമാഇ വൽ അർളി, ഈ ദുനിയാവിന്റെയും ആകാശത്തിന്റെയോ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലുള്ള എല്ലാ സ്ഥലങ്ങളെയും ആ ഒരൊറ്റ അവയവം അങ്ങ് പ്രകാശിപ്പിച്ചു കളയുന്നു. അത്രയും പ്രകാശം, അത്രയും തിളക്കമാണോ? ഹറാക്കീലു ഖൗദാത്തുന വഈദു വഖുറദു മദദ്ദഹിരി ലാ തബ്ലാ വലാ തതഗയ്യറൂ.
സുബ്ഹാനല്ലാഹ്. ഹറാഖീലോ ചന്തിക്കെട്ട് വിശാലതയുള്ളതായ സ്ത്രീകളാണോ? ഊരക്കെട്ട് നല്ല വിശാലതയുള്ള സ്ത്രീകളാണോ? സ്ത്രീകളുടെ സൗന്ദര്യം തന്നെ ആ രൂപത്തിലാണല്ലോ. ആ അരക്കെട്ടിന് നല്ല വിശാലതയുണ്ടോ? അതുപോലെ ഹൗദ യുവതികളാകുന്നു. എത്ര കാലം കഴിഞ്ഞാലും അവിടെ ആ യുവതികൾ ഹൂറുല്യങ്ങൾക്ക് വയസ്സാകുന്നില്ല, പ്രായമാകുന്നില്ല. നല്ല 33 ചുറുചുറുക്കാണോ? വഈദിനു സുബ്ഹാനല്ലാഹ് അവരെ തൊടുമ്പോ എന്തൊരു മിനുസമാണോ, വല്ലാത്ത മിനുസമുള്ള പ്രകൃതമാണോ? അതുപോലെ വഖുറദൂ ദുനിയാവിലെ സ്ത്രീകളെ പോലെ ലജ്ജയില്ലാത്ത സ്ത്രീകളല്ല. സുബ്ഹാനല്ലാഹ്. നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന യുഗത്തിൽ സ്ത്രീകൾ, യുവതികൾ, കോളേജ് കുമാരികളായി നടക്കുന്ന സ്ത്രീകൾ, അവർക്ക് യാതൊരു ലജ്ജയുമില്ലാത്ത കാലമാണോ? അവര് ധരിക്കുന്ന വസ്ത്രങ്ങൾ കാണുമ്പോ നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അവരുടെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും എല്ലാം തന്നെ വളരെ പ്രകടമാകുന്ന രൂപത്തിൽ പ്രതിഫലിക്കുന്ന ലെഗിൻസ് എന്ന് പറയുന്ന ഒരു പാന്റുണ്ട് പോലും അത് അടിവസ്ത്രമായി ഉപയോഗിക്കുന്ന വസ്ത്രം ഇന്ന് അത് പുറം വസ്ത്രമായിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുകയാണോ? യാതൊരു ലജ്ജയുമില്ല. എന്നാൽ സ്വർഗീയ നാരികളോ ഖുറദൂ നല്ല ലജ്ജയുള്ള സ്ത്രീകളാണോ? മദദ്ദഹിരിലാ തുബ്ലാ വലാ തഗയ്യറൂ. എത്ര കാലം കഴിഞ്ഞാലും അവരുടെ സൗന്ദര്യത്തിന് മാറ്റം വരൂല. എത്ര കാലം കഴിഞ്ഞാലും അവർക്കൊരു പരിചയവും ഒരു മാറ്റവും വരുന്നില്ല, ഒരു പകർച്ചയും വരുന്നില്ല. അങ്ങനത്തെ വസൗജത്തുൽ ഹസനാഉ ജമീല. ആ സ്വർഗത്തിൽ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്രയും സൗന്ദര്യമുള്ള നാരികൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ സ്വർഗത്തിന്റെ മണ്ണ്, ആ സ്വർഗത്തിലുള്ള മണലുകൾ എങ്ങനെയുള്ളതാ? തുറാബുഹാ മിനദ്ദഹബി വൽ ഫിദ്ദാ, വെള്ളിയും സ്വർണവും രാഗി പൊടിച്ചതായ മണ്ണുകളാണോ? ആ സ്വർഗത്തിലുള്ള മണ്ണുകൾ സ്വർണത്തിനാലും വെള്ളിയാലുമുള്ള മണ്ണുകളാണോ? റീഹുഹാ അത്വയബു മിൻ മിസ്കിൻ, ആ സ്വർഗത്തിലെ വാസനയുണ്ടല്ലോ, പരിമളമുണ്ടല്ലോ, അത്വയബു മിൻ മിസ്കിൻ. സുബ്ഹാനല്ലാഹ്. കസ്തൂരിയേക്കാൾ സുഗന്ധം പരത്തുന്നു. ഈ ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങളെക്കാളും വലിയ സുഗന്ധമാണോ ആ ആഖിറമാകുന്ന സ്വർഗമാകുന്ന ലോകത്തെ മണ്ണിലുള്ളതോ? ആ സ്വർഗത്തിന്റെ പുറം ഭാഗത്ത് തന്നെ വലിയ പരിമളമാണോ? ഇങ്ങനെ വലിയ വലിയ സുഖങ്ങളുടെ ലോകമാണോ? വർണ്ണിച്ച് തീർക്കാൻ കഴിയൂല. അതാണ് റസൂലുള്ളാന്റെ ഹദീസ്. ആ ഹദീസ് ഞാൻ ആദ്യം തന്നെ ഈ സദസ്സിനോട് ഓർമ്മിപ്പിച്ചത്. സ്വർഗമെന്ന് പറഞ്ഞാൽ വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ, എത്ര വർണ്ണിച്ചാലും തീർക്കാൻ കഴിയാത്ത ലോകമാണ്. അല്ലാഹു അവന്റെ ഔദാര്യമായി നമുക്കും സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ എത്ര കാലമാ ജീവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബൈനൽ അഅ്മാറു ഉമ്മത്തി
മാ ബൈന സിത്തീന വസബഈന സനാ. ഭൂരിഭാഗം ആളുകളും 60ന്റെയും 70ന്റെയും ഇടയിലാണ് ജീവിക്കുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് 63ാമത്തെ വയസ്സിൽ വഫാത്തായിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് അവിടുന്നും 63ാമത്തെ വയസ്സിൽ വഫാത്തായവരാണ്. ഇങ്ങനെ ഭൂരിഭാഗം ആളുകളുടെയും ആയുസ് മാ ബൈന സിത്തീന വസബഈന സനാ, 60ന്റെയും 70ന്റെയും ഇടക്കാണ്. എന്നാൽ ആ സ്വർഗത്തിൽ കടന്ന മനുഷ്യൻ ഈ സുഖാഡംബരങ്ങളോടുകൂടെ ആ സ്വർഗത്തിൽ എത്ര കാലമാ ജീവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ആ സ്വർഗത്തിൽ അല്ല എത്ര കാലമാണോ ഉണ്ടാകുന്നത് അത്ര കാലം ദുനിയാവിൽ ആ സ്വർഗത്തിൽ നമുക്ക് ജീവിക്കാം. അല്ലാഹു തആല അല്ലാഹു മൗജൂദു ഖദീമുൻ ബഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ല തുടക്കമില്ലാത്തവനാണോ? അതുപോലെ അല്ല ഒടുക്കമില്ലാത്തവനുമാണോ? അല്ലാഹു ഇല്ലാതെയാകുന്നൊരു സമയമില്ലല്ലോ. എന്നാൽ ഈ സ്വർഗത്തിൽ കടന്ന ആളുകൾ ആ സ്വർഗത്തിൽ എത്ര കാലമാ ജീവിക്കുക എന്ന് പറയാൻ കഴിയൂല. മഹാനായ ഗസ്സാലി ഇമാമോ അവിടുന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടോ അവിടുന്നൊരു ഉദാഹരണം പറഞ്ഞു തരുന്നത് കാണാം. സ്വർഗത്തിൽ എത്ര വർഷമാണ് ജീവിക്കുക എന്ന് ചോദിച്ചാൽ അവിടുന്ന് പറയുന്നു, ഈ പ്രപഞ്ചം മുഴുവനോ, പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ അൽ ആലമോ മാ സിവല്ലാഹ്, അല്ല അല്ലാത്ത എല്ലാത്തിനും പറയുന്ന പേരാണല്ലോ പ്രപഞ്ചമെന്ന് പറയുന്നതോ. ആ പ്രപഞ്ചം മുഴുവനും കടുക് മണികൾ കൊണ്ടങ്ങ് നിറച്ചു എന്ന് സങ്കൽപ്പിക്കുക. ഈ ലോകത്തോ ഭൂമിയും അന്തരീക്ഷവും എല്ലാം തന്നെ അല്ലയല്ലാത്ത എല്ലാ ഭാഗങ്ങളും അതെല്ലാം കടുക് മണികൾ കൊണ്ടങ്ങ് നിറച്ചു എന്ന് സങ്കൽപ്പിക്കുക. ആ കടുക് മണികൾ ഓരോന്നോരോന്ന് കൊത്തിയെടുക്കാൻ അല്ലാഹു ഒരു പക്ഷിയെ നിയോഗിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഒരു കടുകുമണി കൊത്തിയെടുത്താൽ രണ്ടാമത്തെ കടുകുമണി എടുക്കണമെങ്കിൽ 1000 വർഷം കഴിയണമെന്ന നിബന്ധനയുണ്ടോ? ഒരു കടുകുമണി കൊത്തിക്കഴിഞ്ഞാൽ രണ്ടാമത് പ്രപഞ്ചത്തിൽ നിന്നോ രണ്ടാമത്തെ കടുകുമണി കൊത്തണമെങ്കിൽ 1000 വർഷം കഴിയണോ? അങ്ങനെ രണ്ടാമത്തത് കൊത്തിയാലോ മൂന്നാമത്തത് കൊത്തണമെങ്കിൽ വീണ്ടും ഒരു 1000 വർഷം കഴിയണോ? ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറക്കപ്പെട്ട കടുകുമണികളുണ്ടല്ലോ, അതെല്ലാം ഒരു പക്ഷി എപ്പോഴാണോ കൊത്തിയങ്ങ് തീർക്കുന്നതോ, എന്നാലും സ്വർഗം അവസാനിക്കൂല. ആ പക്ഷി എല്ലാം അങ്ങ് കൊത്തിയങ്ങ് അവസാനിപ്പിച്ചാലും മോനെ സ്വർഗത്തിന് അനുഭൂതി തീരുന്നില്ല. സ്വർഗമെന്ന ലോകം അവസാനിക്കൂല. സുബ്ഹാനല്ലാഹ്. ഇതിലും വലിയ എന്ത് ഉദാഹരണം പറയാനാണോ? ഈ ലോകത്ത് ഉദാഹരണത്തിനോ നമ്മുടെ വീട്ടിൽ ഒരു റൂം നിറച്ചു, അതിന്റെ നിലത്തും അന്തരീക്ഷത്തിലും വാർപ്പ് വരെ കടുകുമണികൾ കൊണ്ടങ്ങ് നിറക്കുന്നു. എന്നിട്ട് നാം നമ്മുടെ വീട്ടിൽ പോറ്റുന്ന ഒരു കോഴിയെ ആ റൂമിലേക്ക് അങ്ങ് പറഞ്ഞു വിടുന്നു. ആ കോഴിയോടെ 1000 വർഷത്തിന്റെ നിബന്ധന നമ്മൾ വെക്കുന്നില്ല. തുടരെയായി കൊത്തി ഭക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചാലും ആ റൂമിൽ മുഴുവനും നിറക്കപ്പെട്ട കടുകുമണി തീർക്കാൻ ആ കോഴിക്ക് എത്ര ദിവസം എടുക്കേണ്ടി വരുന്നു? എന്നാൽ ദുനിയാവിൽ പ്രപഞ്ചം മുഴുവനും നിറക്കപ്പെട്ട കടുകുമണികളുണ്ടല്ലോ, ആ കടുകുമണികൾ ഒന്നങ്ങ് കൊത്തിയാൽ രണ്ടാമത്തതിന് 1000 വർഷം വേണോ? രണ്ടാമത്തത് എടുത്ത് മൂന്നാമത്തത് കൊത്തണമെങ്കിൽ പിന്നെ 1000 വർഷം. ഇങ്ങനെ ഓരോന്നിനും 1000 വർഷമെന്ന ദൈർഘ്യം വെച്ചിട്ടോ
ആ പക്ഷി എന്നാണോ ഈ പ്രപഞ്ചത്തിലെ കടുകുമണികൾ മുഴുവനും കൊത്തിയങ്ങ് തീർക്കുന്നതോ, എന്നാലും സ്വർഗം അവസാനിക്കുന്നില്ല, അനുഭൂതി തീരുന്നില്ല. ഈ വലിയ സുഖത്തിന്റെ ലോകമായ സ്വർഗം അതാർക്കു വേണ്ടിയാ പടച്ചതോ? പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുന്നത് കാണാം, ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അത് വിഐപികൾക്ക് വേണ്ടി പടച്ചതാണോ? വിവിഐപികൾക്ക് വേണ്ടി പടച്ച ലോകമാണോ? നിസ്സാരക്കാരായ ആളുകൾക്ക് ആ ലോകത്തെ കയറാൻ സാധിക്കൂല. ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളായ അല്ലാഹുവിന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ആളുകൾ, അവർക്ക് വേണ്ടി മാത്രമാണ് അല്ലാഹു ആഖിറത്തിൽ അതേ സ്വർഗമെന്ന് പറയുന്ന ലോകം സംവിധാനിച്ചതോ? സഹോദരന്മാരെ, 5 വക്ത് നിസ്കരിച്ചതുകൊണ്ട് സ്വർഗം ലഭിക്കുമോ? 5 വക്ത് നിസ്കാരം നിർവഹിച്ച സ്വർഗം ലഭിക്കുമോ? നിസ്കരിച്ച ആളും നരകത്തിൽ പോകുമെന്ന് ഖുർആൻ തന്നെ പറയുന്നതാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കാത്ത ആളുകൾ നരകത്തിലാണ്, സംശയമില്ല. അവര് നരകത്തിലേക്ക് വരുമ്പോ അവരോട് ചോദിക്കും, മാ സലക്കകും ഫീ സഖറ, എന്തേ നിങ്ങളെ നരകത്തിൽ വരാനുള്ള കാരണോ? അവിടുന്ന് നിസ്കരിക്കാത്ത ആളുകൾ പറയുന്ന മറുപടി എന്താണോ? ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ദുനിയാവിൽ നിന്ന് നിസ്കരിച്ചിരുന്നില്ല. എന്നാൽ നിസ്കരിച്ചവർക്ക് സ്വർഗം ലഭിക്കുമോ? നിസ്കാരം സ്വർഗം ലഭിക്കാനുള്ള ഒരു കാരണം തന്നെയാണോ? പക്ഷേ എല്ലാ നിസ്കാരക്കാർക്കും അവരാ നിസ്കാരം കൊണ്ട് സ്വർഗം ലഭിക്കൂല. ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ തീരെ ശ്രദ്ധയില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാ ആളുകളും എന്റെ മുന്നിൽ ഇരിക്കുന്നതോ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു, 3 റക്അത്ത് വിത്റും ചുരുങ്ങിയത് നിസ്കരിച്ച് ഇരിക്കുന്നവരാണോ? ഞാൻ എന്റെ സദസ്സിലുള്ള ആളുകളോട് ചോദിക്കട്ടെയോ, ഇന്ന് 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും 4 റക്അത്ത് ഇശാ നിസ്കാരവും മൊത്തമായിട്ട് 27 റക്അത്ത് നാം ഇന്ന് നിസ്കരിച്ചല്ലോ. ഈ 27 റക്അത്ത് നിസ്കരിച്ചപ്പോ ഏതെങ്കിലും ഒരു റക്അത്തിൽ അല്ലാഹ് ഇശാ നിസ്കാരത്തിന്റെ ഇന്ന റക്അത്തിൽ ആ റക്അത്തിൽ മുഴുവനായിട്ടും ഞാൻ നിന്നെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലാ എന്ന ചിന്തയല്ലാത്ത മറ്റൊരു ചിന്തയും എന്റെ മനസ്സിൽ വന്നിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു റക്അത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്നത്തെ തറാവീഹിൽ ഏതെങ്കിലും ഒരു തറാവീഹിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? പോട്ടെ, 27 റക്അത്ത് നാം നിസ്കരിച്ചപ്പോ ഏകദേശം 54 സുജൂദുകൾ നാം ഇന്ന് ചെയ്തിട്ടുണ്ടോ? ആ 54 സുജൂദുകളിൽ ഏതെങ്കിലും ഒരൊറ്റ സുജൂദോ? സുജൂദെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ്. ഇനി ദീർഘിച്ചാൽ ഒരൊറ്റ മിനിറ്റല്ലേ സുജൂദിൽ നമ്മൾ കിടക്കുന്നുള്ളൂ. അല്ലാഹ്, 54 സുജൂദിന്ന് ഞാൻ ചെയ്തപ്പോ ആ 54 നിന്നാലിന്ന സുജൂദ്, ആ സുജൂദിൽ അല്ലാ എന്ന ചിന്തയല്ലാതെ ഒരു ചിന്തയും എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല എന്ന് പറയാനുള്ള യോഗ്യത എനിക്കും നിങ്ങൾക്കുമുണ്ടോ? എന്നാൽ അല്ലാഹു പഠിപ്പിക്കുന്നു,
ഫവൈലുൽ ലിൽ മുസല്ലീൻ. നരകത്തിലൊരു പ്രത്യേകമായ ചെരുവുണ്ട്, ഒരു ഭാഗമുണ്ടോ? വൈല് എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു നരകത്തിന്റെ പേര് തന്നെയാണോ എന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. മറ്റു ചില മുഫസ്സിരീങ്ങൾ അതേ നരകത്തിൽ നിന്ന് കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ പാർട്ടാണ്, ചെരുവാണെന്ന് പറയുന്നവരുമുണ്ടോ. ഏതായാലും നിസ്കരിക്കുന്ന ആളുകൾക്കാണ് ആ വൈലെന്ന നരകം. എങ്ങനത്തെ നിസ്കാരക്കാരാ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ. അവരുടെ നിസ്കാരങ്ങളിൽ അവർക്ക് മറ്റെന്തെല്ലാമോ ചിന്തകളാണോ? അവരുടെ നിസ്കാരത്തിൽ അവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല. ഏത് റക്അത്തിലാണ് ഞാനിപ്പോഴുള്ളത്? ഞാൻ ആരുടെ മുന്നിലാ നിൽക്കുന്നതോ? യജമാനനായ അള്ളാന്റെ മുന്നിലാണല്ലോ നിൽക്കുന്നത് എന്ന വിചാരമില്ല. അതുപോലെ നിസ്കാരത്തിന് അതിനുള്ള ടൈമിൽ തീരെ കൃത്യത പാലിക്കുന്നില്ല, ഇടക്കിടക്ക് കളാക്കി കളയുന്നു. അങ്ങനെയുള്ള ആളുകൾക്കും വൈലെന്ന നരകമാണോ? നിസ്കരിച്ച ആളുകൾക്ക് പോലും നരകം കൊടുക്കപ്പെടുകയാണ്. ആ രൂപത്തിലുള്ള നിസ്കാരക്കാർ. ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിഖായ മനുഷ്യനാണ്. ആ ഉബയ്യ് ഇബ്നു സലൂൽ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ച ആളാണ്, റസൂലുള്ളാഹിനെ കണ്ട ആളാണ്. പക്ഷേ ആ ഉബയ്യ് ഇബ്നു സലൂൽ അങ്ങ് ചത്തപ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിനോട് അല്ലാഹു തആലാന്റെ ഓർഡർ വന്നുപോയി, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. നബിയെ, മുനാഫിക്കീങ്ങളായ ആളുകൾ, ആ മുനാഫിക്കീങ്ങളിൽപ്പെട്ട ആളാണല്ലോ ഉബയ്യ് ഇബ്നു സലൂൽ. ആ ഉബയ്യ് ഇബ്നു സലൂലിനെ പോലത്തെ മുനാഫിക്കുകൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവരുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണ്ട. ഉബയ്യ് ഇബ്നു സലൂൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചവനാണോ? പക്ഷേ ആ ഉബയ്യ് ഇബ്നു സലൂൽ നരകാവകാശിയാണോ? നിസ്കാരം കൊണ്ടോ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ? മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് വലിയ മഹാനാണോ? ഡെയിലി 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണോ? എല്ലാ ദിവസവും മുടങ്ങാതെ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണോ മഹാനായ ആമിർ ഇബ്നു ഖൈസ് തങ്ങൾ? അവിടുന്നതാ വഫാത്തിന്റെ വേളയിൽ മരണത്തിന് മുന്നിലങ്ങ് കിടക്കുമ്പോ അവിടുന്ന് വാവിട്ട് കരയുന്നു, വല്ലാതെ പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുകയാണോ? ഇത് കണ്ടപ്പോ മഹാനവറുകളുടെ മക്കള് വരുന്നു. അവിടുന്ന് മഹാനായ ആമിർ ഇബ്നു ഖൈസ് തങ്ങളോട് ചോദിക്കുന്നു, അല്ലയോ ഉപ്പാ, എന്തിനാണ് അങ്ങിങ്ങനെ വല്ലാതെ കരയുന്നതോ? അങ്ങ് എല്ലാ ദിവസവും മുടങ്ങാതെ 1000 റക്അത്തോ സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണല്ലോ, എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മഹാനായ ആമിർ ഇബ്നു ഖൈസ് തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? മക്കളെ, 1000 റക്അത്തും മുടങ്ങാതെ ഞാൻ നിസ്കരിക്കുന്നു, ശരി തന്നെയാണോ? പക്ഷേ പരിശുദ്ധമായ ഖുർആനിൽ ഒരു വാക്ക് ഓർക്കുമ്പോ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു, വല്ലാതെ ഭയം തോന്നുന്നു. ഏതാണ് ആ വാക്കെന്നറിയുമോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു തആല ഇബാദത്ത് സ്വീകരിക്കുന്നത് അത് മുത്തഖീങ്ങളായ ആളുകളിൽ നിന്ന് മാത്രമാകുന്നു. അല്ലാത്തവരുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല.
പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകളിൽ നിന്നല്ലേ അല്ലാഹു ഇബാദത്ത് സ്വീകരിക്കുന്നതോ. ഈ വിനീതനായ ആമിറോ, ഞാൻ അല്ലാഹുവിന്റെ തഖ്വയുള്ള അടിമയാണോ എന്ന് അറിയുകയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബേജാറിൽ കരയുന്നതോ. എന്റെ സഹോദരന്മാരെ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണോ, മുത്തഖീങ്ങളായ ആളുകളുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. ആ മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണോ സ്വർഗീയമായ ലോകമല്ല സംവിധാനിച്ചതോ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സുബ്ഹാനല്ലാഹ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതാണ്. അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിക്കുന്നവരാണവർ. സ്വർഗം ഞാനും നിങ്ങളും കണ്ടിട്ടില്ല, സ്വർഗം കണ്ട റസൂലുള്ളാഹിനെ നമ്മൾ കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് അതിൽ വിശ്വാസമാണ്. ഖബറിന്റെ ഉള്ളിലുള്ള ശിക്ഷകളോ അവിടെയുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളോ അതൊന്നും നാം ആരും ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ പോയ ഒരാളും തിരിച്ചു വന്ന് നമ്മോടിട്ട് പറഞ്ഞിട്ടുമില്ല. എന്നാലും അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾ. പരിശുദ്ധമായ ഖുർആൻ മുത്തഖീങ്ങളുടെ ആദ്യത്തെ വിശേഷണം പഠിപ്പിച്ചത് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ്. അള്ളാഹുവിനെ നാം ആരും കണ്ടിട്ടില്ല, എന്നാൽ അള്ളാഹുവിനെ കണ്ട ഒരാളുണ്ട്, അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ തങ്ങളവറുകളെയും നമ്മൾ കണ്ടിട്ടില്ല, ആ തങ്ങളെ കണ്ട സ്വഹാബത്തിനെയും കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ വിശ്വസിക്കുന്നു അല്ലാഹ് മൗജൂദ്, അല്ലാഹു ഉള്ളവനാണ്. ഇത് അദൃശ്യമായ വിശ്വാസമാണ്, അദൃശ്യ കാര്യത്തിലുള്ള വിശ്വാസം. അതുപോലെ നരകത്തിനെ കുറിച്ച് വിശ്വസിക്കുന്നു. ഇങ്ങനെ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് മുത്തഖീങ്ങളായ ആളുകൾ. അതുപോലെ വയുഖീമൂന സ്വലാഹ്, നിസ്കാരത്തിനെ നന്നായി നിലനിർത്തുന്ന ആളുകൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നല്ല ഖുശൂഓടെ ഭയഭക്തിയോടെ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഖദ് അഫ്ലഹ, അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രയോഗം അങ്ങനെയാണ്. ഖദ് അഫ്ലഹ, അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകൾ. അതുപോലെ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവർ ചിലവഴിക്കുകയും ചെയ്യും. പരിശുദ്ധമായ റമദാനു ശരീഫ് ഓരോ വഖ്തുകളിലും നമ്മുടെ പള്ളികളിൽ നാം സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വഖത്തിൽ ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതെല്ലാ സമയത്തും പിരിവ് തന്നെയാണല്ലോ എന്ന ഒരു മടുപ്പിന്റെ സ്വഭാവം വന്നാൽ മോനെ, അത് മുത്തഖീങ്ങളുടെ സ്വഭാവമല്ല, മറിച്ചോ അല്ലദീന വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു തആല നൽകിയതിൽ നിന്ന് യാതൊരു മടിയുമില്ലാതെ ചെലവഴിക്കുന്ന ആളുകൾ. അല്ലാഹു നമ്മെ ആ മുത്തഖീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. മഹാന്മാര് സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ ചില അടയാളങ്ങൾ അവർ പറയുന്നുണ്ട്. ദുനിയാവിൽ വെച്ച് അവന് സ്വർഗാവകാശിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ ചില അടയാളങ്ങൾ മഹാന്മാര് പറഞ്ഞു തരുന്നത് കാണാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണോ, വസഫല്ലാഹു തആല അഹ്ലൽ ജന്നതി ഫിദ്ദുനിയാ ബിൽ ഖൗഫി.
സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ ആളുകളുടെ ചില അടയാളങ്ങൾ, ദുനിയാവിൽ അവർക്കുണ്ടാകുന്ന ചില അടയാളങ്ങൾ അല്ലാഹു തആല പറയുന്നു. എങ്ങനെയാ അല്ലാഹു അടയാളം പറയുന്നത്? ബിൽ ഖൗഫി, വലിയ പേടിയുള്ള ആളുകളാണവർ. സ്വർഗത്തിന്റെ അഹ്ലുകാർക്ക് വലിയ ഖൗഫാണോ? അൽ ഈമാനു ബൈനൽ ഖൗഫി വറജാ, അങ്ങേയറ്റത്തെ പേടിയല്ല, വല്ലാത്ത പ്രതീക്ഷയുമല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ, മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ബൈനൽ ഖൗഫി വറജാ, അല്ലാഹു എനിക്ക് സ്വർഗം തരാലോ എന്നൊരു പ്രതീക്ഷ വേണോ? എന്നാൽ എന്റെ അമലുകൾ സ്വീകരിക്കാതിരിക്കാലോ എന്ന പേടിയും അവന് വേണോ? വലിയ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നവനല്ല, അതുപോലെ അങ്ങേയറ്റത്തെ ഭയവുമല്ല. ബൈനൽ ഖൗഫി വറജാ, അതേ പ്രതീക്ഷയുടെയോ അതുപോലെ പേടിയുടെയും ഇടയിലാണോ ഒരു മുഅ്മിനായ സ്വർഗത്തിന്റെ അവകാശിയുടെ ജീവിതമെന്നോ അല്ലാഹു തആല വിശേഷണം പറയുന്നു. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണോ? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, ഈമാനുള്ള മനുഷ്യന്മാർ അവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരായത്തങ്ങ് ഓതിക്കൊടുത്താൽ സാദതുഹും ഈമാനാ, അവരുടെ വിശ്വാസം അങ്ങനെ വർദ്ധിച്ചു വരുന്നു. ഈമാനില്ലയോ? അല്ല, സ്വർഗത്തിന്റെ അവകാശക്കാരനല്ലയോ അവൻ? ആര് വാള് പറഞ്ഞാലും ആര് ഉപദേശിച്ചാലും ഏത് കിതാബിൽ നിന്നുള്ള ആയത്ത് പറഞ്ഞാലും ഏത് ചരിത്രമായി വിറക്കിയാലോ അവന്റെ കൽബിന് ഫലം ചെയ്യൂല, കൽബിന് മാറ്റം ലഭിക്കൂല. അതേ സ്വർഗാവകാശിയുടെ അടയാളമായി അല്ലാഹു ഒന്നാമത് പറയുന്നത് അൽ ഖൗഫു, നല്ല പേടിയോടെ ജീവിക്കണോ? അല്ലാഹുവിനെ വലിയ പേടി വേണോ? നാഥനായ അല്ലാഹുവിന്റെ മുന്നിലാണല്ലോ നിൽക്കുന്നത് എന്ന ബോധം വേണോ? സുബ്ഹാനല്ലാഹ്. ഈ റമദാൻ 14 ദിവസം മുതൽ ചെറുപ്പക്കാരെ രസത്തിന് വേണ്ടിയാണെങ്കിലോ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് ഇങ്ങനെ പരക്കുന്നത് കാണുന്നു. അതേ, ബാക്കിലെ സൊഫിൽ നിൽക്കുന്ന ആളുകളുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു രസകരമായ മെസ്സേജ് ഇങ്ങനെ പരക്കുന്നത് കാണാനിടയായി. എന്താണ് ആ മെസ്സേജിലുള്ളത്? നാളെ 15ാമത്തെ നോമ്പാണ്, നാളെ വിത്റുൽ ഖുനൂത്ത് ഓതുന്നു. ഒന്നാമത്തെ സഫിലുള്ള ആളുകളോട് ബാക്കിലുള്ള ആളുകളുടെ അപേക്ഷയാണ് പോലും. എന്താ അവരെ അപേക്ഷ? ഇമാമ് ഖുനൂത്തിന് വേണ്ടിയിട്ട് അല്ലാഹുമ്മ ഹ്ദിനാ എന്ന് അല്ലാഹുമ്മ എന്ന് പറയുമ്പോ അത് തക്ബീറാണെന്ന് കരുതി സുജൂദിൽ പോകരുത്. അങ്ങനെ നിങ്ങൾ പോയാൽ ബാക്കിലെ സഫിലെ ആളുകളായ ഞങ്ങൾ ചിരിച്ചു പോകുന്നു. വാട്സപ്പിൽ പരക്കുന്ന മെസ്സേജാണോ? മോനെ, അങ്ങനെ മുന്നിലുള്ള ആളുകൾ എന്തെങ്കിലും കോപ്പരാട്ടിത്തരങ്ങൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ അവനെന്തെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോ ചിരി വരുന്നതിനാണോ നിസ്കാരമെന്ന് പറയുന്നതോ? അങ്ങനെ ചിരി വരുന്നവൻ അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നാ ആ വലിയ വിചാരത്തിലാണോ നിൽക്കുന്നതോ? സ്വഹാബാ കിറാമ് അതേ യുദ്ധത്തിൽ വെട്ടുകൊണ്ട് അറ്റുപോകാൻ നിൽക്കുന്ന കൈകളെപ്പോലും അത് പറിച്ചെടുക്കാൻ അവർ തെരഞ്ഞെടുത്തത് നിസ്കാരത്തിന്റെ വേളയാണോ? തൊടുമ്പോഴേക്ക് വല്ലാതെ വേദന വരുമ്പോ അവര് പറയുന്നത് നിസ്കരിക്കുമ്പോ പറിച്ചോളൂ എന്നാണോ?
ഇത്രയും ദുനിയാവിന്റെ എല്ലാ ബന്ധങ്ങളും അങ്ങ് വിച്ഛേദിച്ചു. അല്ലാ 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 അല്ലാ, ആ ഏറ്റവും വലിയ ചിന്തയിൽ ആളുകൾ നിൽക്കുന്ന സമയമാണല്ലോ നിസ്കാരം. ആ നിസ്കാരത്തിൽ നിനക്ക് ചിരി വരുന്നോ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം കാരണമായിട്ട് സുബ്ഹാനല്ലാഹ് വലിയ വലിയ ആദരവുകൾ കൽപ്പിച്ചുകൊണ്ട് ആളുകൾ കണ്ടിരുന്ന പല വിഷയങ്ങളും ഇന്ന് വളരെയധികം നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുന്ന അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ സ്വർഗാവകാശികൾക്ക് ദുനിയാവിൽ നിന്നുള്ള രണ്ടാമത്തെ വിശേഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ ഹുസ്നു, വലിയ ബേജാറിലാണ് അവർ ജീവിക്കുക. എപ്പോഴും അവർക്ക് മനസ്സിൽ വലിയ ബേജാറാണോ? അല്ലാഹ്, നില്ല അടിമയായ ഞാൻ, നീ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് ചെയ്തു തരുന്നതോ അതിലൊന്നും തന്നെ ശുക്ർ ചെയ്യാൻ ഈ വിരീതന് കഴിഞ്ഞില്ലല്ലോ എന്ന വലിയ ദുഃഖത്തിലാണ് ആ സ്വർഗാവകാശികൾ ദുനിയാവിൽ ജീവിക്കുന്നതോ. അതുപോലെ അടുത്തതായ സ്വർഗാവകാശിക്കുള്ള ദുനിയാവിലെ വിശേഷണമെന്താടോ? വൽബുക്കാ, അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയാൻ സമയം കണ്ടെത്തുന്ന ആളുകളാണോ? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ, അർശിന്റെ ചുവട്ടിലോ അതേ സ്വർണത്താൽ നിർമ്മിതമായ VIP കസേരയിലിരിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയതോ, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ, അല്ലാഹുവിനെ തനിച്ചിരുന്ന് ആലോചിച്ചോ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയാഴി ഒഴുക്കിയ ആളുകളുണ്ടല്ലോ, അവർക്ക് അർശിന്റെ ചുവട്ടിലോ നാളെ സ്വർണ്ണ നിർമ്മിതമായ VIP കസേരയുണ്ടോ? ഇങ്ങനെ അള്ളാനെ ആലോചിച്ച് കരയുന്ന ആളുകളാണോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുനിയാവിൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? ഭാര്യ പ്രസവത്തിനു വേണ്ടിയിട്ടോ, അതേ സിസേറിയന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോ സ്നേഹനിധിയായ ഭർത്താവിന്റെ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണുനീര് വന്നിട്ടുണ്ടോ? അതുപോലെ സ്വന്തം മാതാവ് 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്നോ മരണവേദനയുടെ പകുതിയോളം സഹിച്ചു നമ്മെ പ്രസവിച്ച നമ്മുടെ മാതാവ്, നമ്മുടെ സന്തോഷം സന്തോഷമായി കണ്ട, നമ്മുടെ ദുഃഖം ദുഃഖമായി കണ്ട മാതാവ് ഈ ലോകത്ത് നിന്ന് ഒരു കാലത്തും തിരിച്ചു വരാത്ത രൂപത്തിലെങ്ങി വിട പറഞ്ഞപ്പോ ആ മാതാവിന്റെ മയ്യത്ത് അവസാനമായി വീട്ടിൽ നിന്ന് എടുക്കുമ്പോ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോയിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ മക്കൾക്ക് വല്ല അസുഖവും ബാധിച്ചാൽ ഡോക്ടർമാര് ഗുരുതരമാണെന്ന് വിധി എഴുതിയാൽ നമ്മുടെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീര് വരാറുണ്ടോ? അതുപോലെ വീടിന് ലോണെടുത്തിട്ടോ ബാങ്ക് ജപ്തി നോട്ടീസുമായി വന്ന് ജപ്തി ചെയ്ത് സീല് വെച്ച് പോകുമ്പോ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാറുണ്ടോ? ദുനിയാവിന്റെ പല വിഷയങ്ങൾക്ക് വേണ്ടിയും കണ്ണുനീര് ഒഴുക്കിയവരാണോ? എന്നാൽ എന്റെ സദസ്സിലുള്ള പ്രായമുള്ളവരോട്, അതുപോലെ 50, 40, 30 വയസ്സായ ആളുകൾ
എത്ര കാലം ഈ ദുനിയാവിൽ ജീവിച്ചു. നമ്മുടെ കണ്ണിൽ നിന്ന് പലതിനും വേണ്ടി നമ്മളെ കണ്ണുനീര് വാർത്തു. എന്നാൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഒരു പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ടോ അല്ലാഹനെ ചിന്തിച്ച് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് വന്നിട്ടുണ്ടോ? നാം ഇന്നേ വരെ കരഞ്ഞിട്ടുണ്ടോ? ഓരോ മുഅ്മിനായ മനുഷ്യനും ചിന്തിക്കേണ്ട വിഷയമല്ലേ? സ്വർഗാവകാശിയുടെ ലക്ഷണങ്ങളിൽ അല്ലാഹു പറയുന്ന ഒരു ലക്ഷണമാണ് അൽ ബുക്കാ. അവരല്ലാഹനെ പറയുമ്പോ കരയുന്നു, റസൂലുള്ളാഹിനെ പറയുമ്പോ കരയുന്നു. റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ വെറുക്കുമ്പോ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. റസൂലുള്ളാഹി തങ്ങൾ 3 വർഷത്തോളം അതേ ഭക്ഷണം കിട്ടാതെ വെള്ളം പോലും കിട്ടാതെ നമുക്ക് വേണ്ടി പട്ടിണി കിടന്നൊരു കാലഘട്ടമുള്ളോ? കേവലം പച്ചയിലകളും അതുപോലെ കായികനികളും മാത്രം ഭക്ഷിച്ച് ജീവൻ നിലനിർത്തിയ ഒരു കാലമുള്ളോ? ആ ചരിത്രം പറയുമ്പോ സ്വർഗത്തിൽ അവകാശിയാണോ? അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതിരിക്കൂല. അതുപോലെ ഹിജ്റക്ക് വേണ്ടിയിട്ടോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തൊരു രംഗമുണ്ടല്ലോ. കിലോമീറ്ററുകളോളം ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ മണലാരണ്യത്തിലൂടെ റസൂലുള്ളാഹി തങ്ങളോ അവിടുത്തെ ശറഫാക്കപ്പെട്ട കാല് വെച്ച് നടന്നോ ക്ഷീണിച്ചിട്ട് റസൂലുള്ളാന്റെ കാല് പൊട്ടിയൊരു രംഗമുണ്ടോ? അവിടുന്ന് അബൂബക്കർ തങ്ങളോട് പറഞ്ഞല്ലോ, അല്ലയോ അബൂബക്കറേ, ഒരടി പോലും നടക്കാൻ കഴിയുന്നില്ല, എന്റെ കാല് പൊട്ടി അബൂബക്കറേ. അവിടുന്നതാ അബൂബക്കർ തങ്ങളെക്കാളും 2 വയസ്സ് കൂടുതലേ റസൂലുള്ളാഹിക്കുള്ളൂ. ആ അബൂബക്കർ തങ്ങളും റസൂലുള്ളാഹിനെ പോലെ നടന്നവരാണോ? അബൂബക്കർ തങ്ങൾ അവിടെ ഇരിക്കുന്നു. ലോകത്തിലെ നേതാവിന് അവിടുത്തെ ചുമലിലേക്ക് അങ്ങ് വെക്കുന്നു. അവിടുന്ന് അങ്ങ് നടക്കുന്നു. ആ വല്ലാത്ത തീഷ്ണമായ പരീക്ഷണങ്ങളുടെ വിഷയം പറയുമ്പോ മുഅ്മിനായ മനുഷ്യനാണോ? അവനെ കരയാതെ നിർവാഹമില്ല. ഹുബ്ബുള്ള മനസ്സിന്റെ ഉടമയാണോ? അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോകൂലേ? ജനിച്ച നാട്ടിൽ നിന്നോ ഒരു നിലക്കും അവിടെ നിൽക്കാൻ കഴിയാതിരുന്നപ്പോ ഒരൽപ്പം ആശ്വാസം ലഭിക്കുമെന്ന് നനച്ചിട്ടോ ത്വായിഫിന്റെ മണലാരണ്യത്തിലേക്ക് റസൂലുള്ള ചെന്നപ്പോ അവിടെയുള്ള അങ്ങാടി പിള്ളേര് വെള്ളാരങ്കൽ എടുത്തുകൊണ്ടോ റസൂലുള്ളാന്റെ നെരിയാണിക്ക് നേരെ എറിഞ്ഞല്ലോ. അവിടുത്തെ കാല് പൊട്ടിയല്ലോ, അവിടുത്തെ കാലിന് മുറിവ് പറ്റിയല്ലോ, രക്തം ധാരധാരയായി ഒഴുകിയല്ലോ. എല്ലാം സഹിച്ച റസൂലുള്ളാഹ് അവിടുത്തെ ത്യാഗങ്ങളെ വെറുക്കുമ്പോ വൽബുക്കാ മുഅ്മിനായ മനുഷ്യനാണോ? സ്വർഗത്തിന്റെ അവകാശിയാണോ? അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. അതുപോലെ മുഅ്മിനായ സ്വർഗത്തിന്റെ അവകാശിയുടെ അടുത്ത ലക്ഷണം 4 ലക്ഷണമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ 4 പറയുമ്പോ എന്റെ ജീവിതത്തിൽ 3 പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടോ? ഈ 4ാമതായി സ്വർഗാവകാശിയുടെ ലക്ഷണമായിട്ട് അല്ലാഹ് പറയുന്നതോ വസ്സഫഖാ,
അവർക്ക് വലിയ മൃദുലമായ സ്വഭാവത്തിന്റെ ഉടമകളാണോ, വലിയ ഹുബ്ബിന്റെ ഉടമകളാണോ, അല്ലാഹുവിനോട് വലിയ സ്നേഹമുണ്ട്, അതുപോലെ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ട്. നമ്മുടെ സദസ്സിൽ ദുആക്ക് നേതൃത്വം നൽകാൻ വേണ്ടി മഹാനായ സയ്യിദ് അവർകൾ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, അവസാനിപ്പിക്കുകയാണ്. മഹാനായ തങ്ങളവറുകൾ തങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചിട്ടാണ് നാം എല്ലാവരും ഇവിടെ സംഗമിച്ചത്. അല്ലാഹു ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാലാമതായി സ്വർഗാവകാശിയുടെ ലക്ഷണം പറഞ്ഞത് വസ്സഫഖതി, നല്ല മൃദുല സ്വഭാവമുള്ള ആളുകളാണ്. ഈമാനിന്റെ വിഷയത്തിൽ അവർക്ക് സ്നേഹമുണ്ട്. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഅ്ദു ഫില്ലാഹ്. അല്ലാഹുവിന്റെ വിഷയത്തിലാണ് അവർ മറ്റൊരാളെ സ്നേഹിക്കുന്നത്. തന്റെ അടുത്ത സുഹൃത്ത് വഹാബിയാണ്, അവൻ മുജാഹിദാണ്, റസൂലുള്ളാഹിനെ കുറ്റം പറയുന്ന ആളാണ്. എന്നാൽ എന്ത് കണക്ഷൻ ഉണ്ടായാലും അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഅ്ദു ഫില്ലാഹ്, അള്ളാന്റെ വിഷയത്തിലാണ് അവനോട് സ്നേഹം വേണ്ടത്. റസൂലുള്ളാഹിനെ കുറ്റം പറയുന്നവനെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, എന്നാൽ എനിക്കും അവനെ ഇഷ്ടമില്ല. റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നവൻ അള്ളാഹ് പൊരുത്തപ്പെടാത്തവനാണ്, അവനെ എനിക്കും പൊരുത്തമില്ല. ഈ രൂപത്തിൽ സ്വഭാവമുള്ളവൻ അവനാണ് സ്വർഗത്തിന്റെ അവകാശി. മഹാന്മാര് പഠിപ്പിക്കുകയാണ്. എന്നാൽ നരകാവകാശികൾക്കും ഈ ദുനിയാവിൽ വെച്ച് ചില ലക്ഷണങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വവസഫ അഹ്ലൻ നാർ, നരകാവകാശികൾക്കും ചില ലക്ഷണങ്ങൾ പഠിപ്പിക്കുന്നു. ഏതാണ് ആ ലക്ഷണമെന്നറിയുമോ? ബിസ്സുറൂരി ഫിദ്ദുനിയാ, ഏത് സമയത്തും അവർ ദുനിയാവിൽ വലിയ സന്തോഷത്തിലാണോ, എപ്പോ നോക്കിയാലും അവർക്ക് സന്തോഷമാണോ, വലിയ ആഹ്ലാദത്തിലുള്ള ജീവിതമാണോ, അത് നരകാവകാശിയുടെ ലക്ഷണമാണോ? വിശദീകരണം അർഹിക്കുന്ന വിഷയമാണോ? ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. രണ്ടാമതായിട്ടോ നരകാവകാശിയുടെ ലക്ഷണമോ വല്ലിഹിക്കി ഫീഹാ, ആ ദുനിയാവിൽ എപ്പോഴും അവന് ചിരിയാണോ, എപ്പോഴും അവന് തമാശയാണോ, ഒന്നും അവന് കാര്യമായി തോന്നാറില്ല. ഏത് സമയത്തും രസങ്ങളുടെ പിന്നാലെ നടക്കുന്നവൻ അത് സ്വർഗത്തിന്റെ ലക്ഷണമല്ല, അത് നരകാവകാശിയുടെ ലക്ഷണമാണ്. അതുപോലെ വത്തഫക്കുഹി, ആഡംബരത്തിനോട് കമ്പമുള്ള ജീവിതമാണ് അവന്റെ ജീവിതം. ഏതാണോ പുതിയ മോഡലുകൾ വരുന്നതോ അത് കൈവശപ്പെടുത്തണം എന്ന ചിന്തയിലാണോ? വാഹനത്തിന്റെ പുതിയ മോഡൽ ഇറങ്ങിയാൽ അത് തന്റെ വീടിന്റെ പോർച്ചിലെത്തണമെന്ന ഒരു സ്വഭാവമാണോ? മൊബൈലുകളുടെ പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങുമ്പോ അത് സ്വന്തം പോക്കറ്റിലെത്തിക്കണമെന്ന വല്ലാത്ത ആഗ്രഹമാണോ? ഇങ്ങനെ ആഡംബരങ്ങളുടെ പിന്നാലെ നടക്കുന്ന മനുഷ്യന്മാർ അത് നരകത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരൊറ്റ വിഷയം കൂടെ പറയുന്നു. സ്വർഗത്തിലെ സുഖങ്ങൾ നമ്മൾ ചെറിയ രൂപത്തിൽ പറഞ്ഞല്ലോ, ആ സ്വർഗാവകാശികളുടെ ലക്ഷണങ്ങളും പറഞ്ഞല്ലോ. എന്നാൽ സ്വർഗം അങ്ങോട്ട് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടോ?
ആ ആളുകളൊന്ന് വന്നു കിട്ടിയാൽ, അവരൊന്ന് സ്വർഗത്തിലേക്ക് വന്നാൽ എന്ന് സ്വർഗം കൊതിക്കുന്ന ചില ആളുകളുണ്ടോ? ഏതാണ് അവരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുന്നു, അൽ ജന്നത്തു മുസ്താഖത്തുൽ ലിഅർബഇ നഫരീൻ. 4 വിഭാഗം ആളുകളുണ്ടല്ലോ, അവരെ സ്വർഗത്തിന് വലിയ പ്രേമമാണ്, അവരോട് സ്വർഗത്തിന് വലിയ ഇഷ്ടമാണ്, അവരെ കാത്തിരിക്കുകയാണ് കേട്ടോ സ്വർഗം. ഏതാണ് ആ ഒന്നാമത്തെ ആളെന്നറിയുമോ? അത് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുന്നു, സായിമി റമളാൻ. പരിശുദ്ധമായ റമളാൻ മാസം, അത് 30 ദിവസത്തോളം പകൽ സമയത്ത് നാം പട്ടിണി കിടക്കുകയാണോ? ലോകത്ത് ഏത് ഭരണാധികാരി പറഞ്ഞാലും, ലോകം അടക്കി ഭരിക്കുന്ന ഭരണാധികാരി പറഞ്ഞാലും, 30 ദിവസവും പകൽ സമയത്തൊരറക്ക് വെള്ളം പോലും കുടിക്കാതെ പട്ടിണി കിടക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? ഒരിക്കലുമല്ല. പിന്നെയോ എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന അല്ലാഹു എന്നോട് വർഷത്തിൽ 1 മാസം നിർബന്ധമായിട്ടു പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിതാ റമളാൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, മോശമായ വാക്ക് വേണ്ട, മോശമായ പ്രവർത്തനമില്ല. ഈ രൂപത്തിൽ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ച ആളുകൾ, ആ ആളുകളെ സുഖത്തിന്റെ പറുദീസയായ സുവർഗമുണ്ടല്ലോ, ആ സുവർഗം ഇങ്ങനെ കൊതിക്കുകയാണ്. നോമ്പുകാരനൊന്ന് വന്നാൽ, അവനൊന്ന് ഈ സ്വർഗത്തിലെത്തിയാൽ സ്വർഗം അങ്ങോട്ട് ആഗ്രഹിക്കുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ കേവലം ഭക്ഷണങ്ങളോ കേവലം പാനീയങ്ങളോ ഉപേക്ഷിച്ചതുകൊണ്ടോ യഥാർത്ഥ നോമ്പുകാരനാവുന്നുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നതാണ്, മല്ലം യദഉ ഖൗല الزൂറ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. മോനെ, റമളാനിൽ നീ മോശമായ വാക്കുകൾ ഉപേക്ഷിക്കുന്നില്ലയോ, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ, فليس لله حاجة في أن يدع طعامه وشرابه. നീ പകല് പട്ടിണി കിടക്കുന്നത് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹ്ക്ക് നീ പട്ടിണി കിടക്കുന്നത് കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. നോമ്പുകാരനാണോ? നിന്റെ അവയവങ്ങൾക്ക് നോമ്പുണ്ടാവണോ? നിന്റെ പ്രവർത്തനങ്ങൾക്ക് നോമ്പുണ്ടാവണോ? നിന്റെ കണ്ണിന് നോമ്പുണ്ടാവണോ? നിന്റെ കാതിന് നോമ്പുണ്ടാവണോ? മഹാന്മാര് നോമ്പിന് 3 ആളുകളുടെ നോമ്പായിട്ട് പറയുന്നത് കാണാം. ഒന്ന് സൗമുല്ലാവാം, സാധാരണക്കാരന്റെ നോമ്പ്. അതേത് നോമ്പാണ്? അത് സാധാരണ ഫുഖഹാ പഠിപ്പിച്ച നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അഥവാ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും. ഭക്ഷണം കഴിക്കാത്ത ഒരു നോമ്പ് അത് സാധാരണക്കാരന്റെ നോമ്പാണോ? എന്നാൽ രണ്ടാമത്തെ നോമ്പോ സൗമുൽ ഖവാസ്, പ്രത്യേകക്കാരായ ആളുകളുടെ നോമ്പുണ്ട്. ആ നോമ്പിന്റെ പ്രത്യേകത എന്താണോ? അവരെ അനാവശ്യങ്ങളെ പറഞ്ഞാൽ, അനാവശ്യത്തിലേക്ക് നോക്കിയാൽ, ഹറാമ് ചെയ്താൽ അവരുടെ നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ആളുകൾ, അവരുടെ നോമ്പാണ് സൗമുൽ ഖവാസ്. സുബ്ഹാനല്ലാഹ്.
ചെറുപ്പക്കാരെ നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണോ? രാവിലെ എഴുന്നേറ്റാൽ തന്നെ ചെറുപ്പക്കാരൻ ഇന്ന് ചെയ്യുന്നതോ അതേ തന്നെ തലഭാഗത്ത് പവിത്രമായി സൂക്ഷിച്ച മൊബൈലുകൾ എടുത്തു നോക്കുകയാണോ? എന്തേ രാവിലെ തന്നെ ഇത്ര ജാഗ്രതയോടെ മൊബൈൽ പരിശോധിക്കാനുള്ള കാരണോ? തന്നെ വാട്സപ്പിൽ പുതിയ വല്ല മെസ്സേജും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഉറങ്ങുമ്പോ പോസ്റ്റ് ചെയ്ത പുതിയ പിക്ചറുണ്ടല്ലോ, അതിന് കമന്റ് ഇട്ടിട്ടുണ്ടോ? വല്ല ലൈക്കും കൂടിയിട്ടുണ്ടോ? ഇതാണല്ലോ ഇന്ന് ചെറുപ്പക്കാരൻ ആദ്യമായി നേരം പുലരുമ്പോ ചെയ്യുന്ന വിഷയം. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ഏതോ ഒരു അന്യപെണ്ണിന്റെ മെസ്സേജ് അതാ വാട്സപ്പിൽ കാണുന്നു. സംഭവം അവള് തന്നെ ക്ലാസ്മേറ്റ് ആണോ, ഒപ്പം പഠിക്കുന്ന പെണ്ണാണോ? പക്ഷേ മോനെ, അത് അന്യ പെണ്ണാണല്ലോ. ആ അന്യ പെണ്ണിന്റെ ഹലോ എന്ന ഒരു മെസ്സേജ് കാണുമ്പോ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടോ നോമ്പ് നോറ്റിട്ട് നീ നിന്റെ വിരലുകൾ ഉപയോഗിച്ച് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? അത് നിന്റെ കൈകളുടെ വ്യഭിചാരമാണ്. ഇന്ന് ഫേസ്ബുക്ക് ഓപ്പണാക്കി ഇങ്ങനെ മറിച്ച് കളിക്കുമ്പോ ഏതോ ഒരു അന്യപെണ്ണിന്റെ പ്രൊഫൈല് പിക്ചർ കാണുന്നു. ആ പ്രൊഫൈല് പിക്ചർ ഒരു ക്ലിയർ കിട്ടാൻ വേണ്ടി നീ സൂം ചെയ്ത് നോക്കുന്നു. ആ നോട്ടമുണ്ടല്ലോ, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. യൂട്യൂബ് ഓപ്പണാക്കുന്നു, അതിൽ നിന്ന് സിനിമ കാണാൻ ഉദ്ദേശത്തോടെ നോക്കുന്നു. അപ്പയാണ് തന്നെ നെറ്റ് ഫെയിലാവുന്നത് കാണുന്നത്, നെറ്റിന്റെ കണക്ഷൻ അവസാനിച്ചു എന്ന് അറിയുന്നത്. വളരെ ജാഗ്രതയോടെ തൊട്ടടുത്ത അങ്ങാടിയിലേക്ക് നീ നടക്കുന്നു. എന്തിനാണ്? നെറ്റൊന്ന് റീചാർജ് ചെയ്യണോ? എന്തിനാ നീ റീചാർജ് ചെയ്യുന്നത്? ആ യൂട്യൂബിൽ നിന്ന് സിനിമ കാണാനാ. എന്നാൽ നീ ആ അങ്ങാടിയിലേക്ക് നടന്ന ഓരോ കാലടികളുമുണ്ടല്ലോ, ഓരോ സ്റ്റെപ്പുകളുമുണ്ടല്ലോ, അത് കാലുകളുടെ വ്യഭിചാരമാ. മോനെ, നീ പിന്നെ പകലന്തിയോളം പട്ടിണി കിടന്നാൽ ഫലൈസ ലില്ലാഹി ഹാജതു ഫീ അൻ യദഅ തഅമഹു വശറാബഹു. അള്ളാഹ്ക്കതില്ല പട്ടിണി ആവശ്യമില്ല. അള്ളാന്റെ ഖജനാവിന് വിശാലത ലഭിക്കാനല്ലല്ലോ നീ പട്ടിണി കിടക്കുന്നത്. അതുകൊണ്ട് നോമ്പ് സ്വീകാര്യമാവണോ? ഹറാമുകൾ ചെയ്യണ്ട, മോശത്തരത്തിലേക്ക് പോവണ്ട. അതുപോലെ സൗമു ഖവാസിൽ ഖവാസ്, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പുണ്ട്. ആ നോമ്പിന്റെ സ്വഭാവം എന്താണ്? അവരുടെ മനസ്സിൽ അല്ലാഹ് എന്ന ചിന്തയില്ലാത്ത മറ്റൊരു ചിന്ത അങ്ങ് വന്നാൽ, അല്ലാഹ് എന്ന ചിന്തയില്ലാത്ത മറ്റൊരു ചിന്ത വന്നാൽ അവരുടെ നോമ്പ് മുറിഞ്ഞു എന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. ഇങ്ങനെ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന നോമ്പുകാർ, ആ നോമ്പുകാരെ സ്വർഗം അങ്ങോട്ട് ആഗ്രഹിക്കുന്നു. അവരൊന്ന് വന്നു കിട്ടിയാൽ എന്ന് സ്വർഗം കൊതിക്കുകയാണ്. ഇനിയോ ചുരുക്കട്ടെ, രണ്ടാമതായി നമ്മുടെ സ്വർഗം ആഗ്രഹിക്കുന്ന ആളാരാണെന്നറിയുമോ? വത്താലിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, അവരെയും സ്വർഗത്തിന് വലിയ ഇഷ്ടമാണോ? അവരും വരാൻ സ്വർഗം കൊതിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്, മുഅ്മിനായ മനുഷ്യനാണോ അവന്റെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയതോ ഒരു പേജ് ഖുർആനെങ്കിലും ഓതാത്ത ദിവസമുണ്ടാവാൻ പാടില്ല. ഏത് തിരക്കുള്ള ദിവസമാണെങ്കിലോ 1-2 മിനിറ്റ് നീ ആ ഖുർആൻ ഓതാൻ ചെലവഴിക്കണോ? ഇന്ന് വലിയ വലിയ രൂപത്തിൽ വികാസം പ്രാപിച്ച യുഗമാണോ? ഇന്ന് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ലഭിക്കാത്ത ഒന്നുമില്ല.
ചെറുപ്പക്കാരാ, അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നീ നിന്റെ മൊബൈലുകൾ ഉപയോഗിക്കുമ്പോ ഞാൻ മഹാനായ അലീബ ഫഖീഹ് തങ്ങളെ ഓർത്തുപോകുന്നു. മഹാനവറുകൾ ഏത് സദസ്സിലിരിക്കുമ്പോഴും അവിടുന്ന് മൊബൈലിൽ ഇങ്ങനെ വരക്കുന്നത് കാണാം, അവിടുന്ന് മൊബൈലിൽ ഇങ്ങനെ നോക്കുന്നത് കാണാം. അവിടുന്ന് ഫേസ്ബുക്കിൽ കളിക്കുകയാണോ, വാട്സപ്പിൽ മെസ്സേജ് ഇടുകയാണോ? അല്ല, ന്യൂ ജനറേഷൻ എന്ന ഓമന പേരിടുന്ന ചെറുപ്പക്കാരനോ നല്ലൊരു മാതൃകയാണ് അലീബ ഫഖീഹ് തങ്ങൾ കാണിക്കുന്നത്. അവിടുന്നതാ സ്റ്റേജുകളിൽ ഇരിക്കുമ്പോ ആ മൊബൈൽ ഓപ്പണാക്കിയിട്ട് അതിൽ നോക്കി ഖുർആൻ ഓതുന്നു. അവിടുത്തേക്ക് ചെല്ലാനുള്ള സകല വിറുതുകളും ആ മൊബൈലുകളിലുണ്ടോ? ഇതുപോലെ